തൈക്കാട് ആശുപത്രിയിൽ മരിച്ച ഗർഭസ്ഥ ശിശുവിൻ്റെ മൃതദേഹം പ്രതിഷേധങ്ങൾക്കൊടുവിൽ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. പതോളജിക്കൽ ഓട്ടോപ്സി പൂർത്തിയാക്കിയാണ് മൃതദേഹം വിട്ടു നൽകിയത്. കൃത്യസമയത്ത് ചികിത്സ കിട്ടാത്തതാണ് കുട്ടി മരിക്കാൻ കാരണമെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. ഇതിനിടെ മൃതദേഹം വിട്ടു നൽകാൻ വൈകിയതും പ്രതിഷേധത്തിന് കാരണമായി. കുഞ്ഞിന് അനക്കമില്ലെന്നറിഞ്ഞ് ഇക്കഴിഞ്ഞ 16-ാം തീയതി അർദ്ധരാത്രിയാണ് തൈക്കാട് ആശുപത്രിയിൽ പവിത്രയും ഭർത്താവ് ലിബുവും എത്തുന്നത്. കുഞ്ഞുറങ്ങുന്നുവെന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിച്ച കുടുംബത്തെ മടക്കി അയച്ചു. പിറ്റേ ദിവസം നടത്തിയ സ്കാനിങ്ങിൽ കുഞ്ഞ് മരിച്ചെന്ന് കണ്ടെത്തി. അവിടെ തുടങ്ങുന്നു അനാസ്ഥ. കഴക്കൂട്ടം സ്വദേശിയായ ലിബു പവിത്ര ദമ്പതികളുടെ 8.5 മാസമായ ഗർഭസ്ഥ ശിശുവാണ് മരിച്ചത്. കുട്ടിക്ക് അനക്കമില്ലെന്നറിഞ്ഞിട്ടും തൈക്കാട് ആശുപത്രിയിലെ ഡോക്ടർ നിസ്സാരവൽക്കരിച്ച് മടക്കി അയച്ചുവെന്നായിരുന്നു ആദ്യ പരാതി. സ്കാനിങ്ങിൽ കുഞ്ഞ് മരിച്ചതായി കണ്ടെത്തിയതോടെ 17-ാം തീയതി SAT ആശുപത്രിയിലെത്തി. ശസ്ത്രക്രിയയിലൂടെ മൃതദേഹം പുറത്തെടുത്തെങ്കിലും പരിശോധനയ്ക്കായി മോർച്ചറിയിൽ സൂക്ഷിക്കുകയായിരുന്നു. 4 ദിവസമായിട്ടും മൃതദേഹം വിട്ടുകിട്ടാതായതോടെ ലിബുവും കുടുംബവും കുഞ്ഞിന്റെ ശവപ്പെട്ടിയുമായി മോർച്ചറിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. എന്റെ ഭാര്യയ്ക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ ഈ തൈക്കാട് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയില്ല. അതുകൊണ്ടാണ് എൻ്റെ കുഞ്ഞ് മരിച്ചത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. പക്ഷേ 17 കൊണ്ടുവന്നിട്ട് അന്നത്തെ ദിവസം ഒന്നും ചെയ്തില്ല. സിസേറിയൻ ചെയ്ത് പുറത്തെടുക്കുകയൊന്നും ചെയ്തില്ല. അപ്പം ഞങ്ങൾ ഈ ഒരു കാര്യം ഞങ്ങൾ ഈ ചികിത്സിച്ച ഡോക്ടറെ വിളിച്ച് ചോദിച്ചപ്പോൾ അത് കുഴപ്പമില്ല, ഒരു 2 ആഴ്ച ഈ മരിച്ച അവസ്ഥയിൽ കുട്ടി അമ്മയുടെ വയറ്റിൽ കിടന്നാലും അമ്മയ്ക്കൊന്നും സംഭവിക്കത്തില്ല എന്നുള്ളൊരു മറുപടി, വിചിത്രമായൊരു മറുപടിയാണ് നമ്മളോട് പറഞ്ഞത്. 18-ാം തീയതി കുട്ടിയെ പുറത്തെടുത്തെങ്കിലും ഈ നേരം വരെ, ഈ നിമിഷം വരെയും നമുക്ക് കുട്ടിയെ തിരിച്ചു കിട്ടില്ല. പ്രതിഷേധത്തെ തുടർന്ന് വൈകിട്ടോടെ കുഞ്ഞിന്റെ പത്തോളജിക്കൽ എക്സാമിനേഷൻ നടപടികൾ പൂർത്തിയാക്കി. കുടുംബത്തിന്റെ പരാതിയിൽ കേസെടുത്ത മെഡിക്കൽ കോളേജ് പോലീസ് തമ്പാനൂർ പോലീസിന് അന്വേഷണം കൈമാറി. ഓട്ടോപ്സി റിപ്പോർട്ട് വന്ന ശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഗർഭസ്ഥ ശിശുവിന്റെ മരണത്തിലേക്ക് നയിച്ചതിന്റെ കാരണം ഇപ്പോഴും അവ്യക്തമാണ്. പത്തോളജിക്കൽ ഓട്ടോപ്സി ഫലം വന്ന ശേഷം തുടർ നടപടിയെന്നാണ് പോലീസും പറയുന്നത്. ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇതുവരെയും കൃത്യമായി വിശദീകരണമില്ല. ഇത്തരം അനാസ്ഥകൾ ആവർത്തിക്കപ്പെടരുത്. അതിനൊപ്പം ഒരു വിഭാഗം ഡോക്ടർമാരുടെ സമീപനങ്ങളിലും മാറ്റം വരണം. തിരുവനന്തപുരത്ത് നിന്നും MG പ്രതീഷ്, 24. പൊതുജനം കഴുതയല്ല സാർ.